സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെയും മക്കൾക്കുള്ള 2024 വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ ജില്ലാതല വിതരണ ഉദ്ഘാടനം നടന്നു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ വലിയ സ്വപ്നങ്ങൾ കണ്ട് ഏത് തിരിച്ചടിയെയും മറികടന്ന് മുന്നേറാൻ കഴിവുള്ളവരായി വളരണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ഈ പ്രോഗ്രാം ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ ഞാൻ വരാം എന്ന് വിചാരിച്ചിരുന്നതാണ്. മിനിസ്റ്ററുടെ കൂടെ വരാം എന്നുള്ളതുകൊണ്ടാണ് ഡിലേ ആയത്. ഇതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നവംബർ ഇതിൻ്റെ വിൽപ്പനയടക്കം മുന്നോട്ട് പോകേണ്ട ഇന്നാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുള്ള ദിവസമാണ്. നിങ്ങൾക്കും മഴയാണെങ്കിലും വളരെയധികം കച്ചവടം നടക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ഇതിനു മുന്നേ ഏകദേശം 2 മാസം മുന്നേ നമുക്ക് ക്ഷേമനിധി ബോർഡിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള യൂണിഫോം വിതരണത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അന്ന് തൊഴിലാളികളായിട്ട് ലോട്ടറി വിൽപ്പന തൊഴിലാളികളായിട്ടാണ് സംസാരിക്കാൻ സാധിച്ചത്. ഇന്ന് പക്ഷേ അവരുടെ കുട്ടികളെ കൂടി സദസ്സിൽ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭാഗ്യക്കുറി ക്ഷേമനിധി ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അതിലേറ്റവും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് സ്കോളർഷിപ്പ്. കുട്ടികൾക്കുള്ള മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം എന്നുള്ളത്. സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം വി ബാലൻ അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ 80% മാർക്കോടെ വിജയിച്ച് റെഗുലർ ഹയർ സെക്കൻഡറി തല പഠനത്തിനോ റെഗുലർ കോഴ്സുകളിൽ ഉപരിപഠനത്തിനോ ചേരുന്ന ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കും റെഗുലർ പ്രൊഫഷണൽ കോഴ്സുകൾ, ബിരുദാനന്തര കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയ്ക്ക് ഉപരിപഠനത്തിന് ചേരുന്ന വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പ് നൽകിയത്. 95 വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഖ്യപ്രഭാഷണം നടത്തി. വകുപ്പ് നടത്തുന്ന പരിപാടികളിൽ സന്തോഷത്തോടെയാണ് പങ്കെടുക്കാറ്. സങ്കടം ഒരിക്കലും എനിക്കുണ്ടാകാറില്ല. കാരണം ഒരുപാട് സങ്കടങ്ങളുടെ നടുവിലാണ് അതിതീവ്രമായ മഴയിലും തീവ്രമായ വെയിലിലും തീവ്രമായ പൊടിയിലും തീവ്രമായ ജീവിത പ്രതിസന്ധികളിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് വാർദ്ധക്യത്തിൻ്റെയോ അല്ലെങ്കിൽ പരാധീനതകളുടെയോ കെട്ടൊന്നും അഴിക്കാതെ ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുന്ന ഒരുപക്ഷെ നല്ല സ്ഥൈര്യശാലികളായിട്ടുള്ള ആളുകളാണ് ലോട്ടറി തൊഴിലാളികൾ, അവരുടെ മക്കൾ എന്നും അഭിമാനത്തോടെ കരുതുന്ന ഒരാളാണ്. എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് ചുറ്റും ഒരുപാട് തൊഴിലാളികളുണ്ട്. ഒരുപക്ഷെ അവരുടെ ചുറ്റുപാടുകളിൽ വലിയ ശേഷിയോടെ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും രോഗബാധിതരായും അല്ലെങ്കിൽ പണത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ജോലിയൊന്നും ചെയ്യാതെയും ജീവിക്കുമ്പോൾ ആ പ്രായത്തിലും വെല്ലുവിളികൾ നേരിടുന്ന കാലാവസ്ഥയിൽ ഉൾപ്പെടെ കഠിനമായി പ്രവർത്തിച്ച് ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ അഭിമാനത്തോടെ ഓർമ്മിക്കുന്നു. കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ കെ ഹരീഷ്, ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ ടി പ്രദീപൻ, ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ മടപ്പള്ളി ബാലകൃഷ്ണൻ, ജിൻസ് മാത്യു, എം മനോജ്, പി പ്രേമൻ, പ്രേംജിത്ത് പൂച്ചാലി, NK ബിജു, P ഉമേശൻ എന്നിവർ സംസാരിച്ചു.